ഹലോ എവരിബഡി, ഞാൻ റിച്ച സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ സോസ്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് എടുക്കാം. ടൊമാറ്റോ സോസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ടൊമാറ്റോ. നാടൻ ടൊമാറ്റോ നമ്മൾ എടുക്കരുത്. നാടൻ ടൊമാറ്റോൻ്റെ അകത്ത് ജ്യൂസ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ പുളി കൂടുതലായിരിക്കും, പൾപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് ഈ ടൈപ്പിലുള്ള ടൊമാറ്റോ നിങ്ങൾ എടുക്കണം. ഈ ടൊമാറ്റോ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നിങ്ങൾ ഇത് 6ആയിട്ടോ 8ആയിട്ടോ എത്ര വേണമെങ്കിലും നിങ്ങൾക്കിത് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വെക്കാം. ഇതിന് വേണ്ടിയിട്ട് വേറെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലി. നിങ്ങളുടെ വെളുത്തുള്ളി വലിയ അല്ലിയാണെങ്കിൽ നിങ്ങൾ 5 എണ്ണം എടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു ചെറിയ ഇഞ്ചി, ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. 5 ക്ലൗസ് അതായത് ഗ്രാമ്പൂ, പിന്നെ ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു പട്ട, ഒരു 15 കുരുമുളക്, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് പൊടി, ഒരു 1/2 കപ്പ് വിനീഗർ, നമുക്കൊരു 125 ഗ്രാം ഷുഗറും കൂടി എടുക്കണം. അത് ഞാൻ ലാസ്റ്റിൽ ചെയ്തെടുക്കാനായിട്ടിരിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് ഈ തക്കാളി അരിഞ്ഞു വെച്ചത് ഇങ്ങോട്ടിടാം. ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി ഇടുന്നു, വെളുത്തുള്ളി ഇടുന്നു. ഈ സ്പൈസസ് ഞാനൊന്ന് ചതച്ചെടുക്കുന്നു. ഗ്രാമ്പൂ, പട്ട, കുരുമുളകും. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുന്നു. ഒരു 5 മിനിറ്റ് ഞാനിത് ലോ ഫ്ലെയിമിൽ വെക്കുന്നു. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഗരം മസാല പൊടി ഇടരുത്. കാരണം ഗരം മസാല പൊടിക്കകത്ത് പല ചേരുവകളുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, അത് മാത്രം ഇട്ടാൽ മതി. 5 മിനിറ്റായി. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ സവാള ഇടാം. പക്ഷേ സവാള ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ടൊമാറ്റോ സോസ് അധികം നാൾ ഇരിക്കത്തില്ല, കേടാകാനുള്ള സാധ്യതകളുണ്ട്. ടോട്ടൽ 10 മിനിറ്റായി. നമുക്കൊന്ന് നോക്കാം. ഒരു സ്വല്പം കൂടെ വേകാനുണ്ട്. ഇത് ഞാനിനി ഫുൾ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാൻ പോകുന്നു. കാരണം ഇത് ഗ്ലാസും കൊണ്ടുള്ള അടപ്പായതുകൊണ്ട് നമുക്ക് വെളിയിൽ നിന്നാൽ കാണാം. കരിയുന്നോ ഇല്ലയോ എന്ന് നമുക്ക് കാണാൻ പറ്റും. ടോട്ടൽ 15 മിനിറ്റായി. നമ്മുടെ ടൊമാറ്റോ നല്ലപോലെ വെന്തു. ഇതിൻ്റെ അകത്ത് വെള്ളമാണെങ്കിലും അധികം ഇല്ല, അതായത് ടൊമാറ്റോയുടെ ജ്യൂസ്. നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കരുത്, അത് ഓർക്കണം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുന്നു. നമ്മളിത് തണുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നു. തണുത്ത് കഴിയുമ്പോൾ നമ്മളിത് മിക്സിയിൽ അരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് അരിച്ചെടുക്കണം. നമ്മുടെ വേവിച്ച് വെച്ച ടൊമാറ്റോ ഞാൻ അരച്ചെടുത്തു. ഇനി ഇത് നമുക്കതൊന്ന് അരിച്ചെടുക്കാം. സ്വല്പം തക്കാളിയുടെ തൊലിയുണ്ട്, തക്കാളിയുടെ അരിയുണ്ട്, വേറെ ഒന്നും തന്നെ അങ്ങനെയില്ല. പിന്നെ ആ ഗരം മസാലയുടെ അരയാത്ത ഭാഗങ്ങളും ഒരു ശകലമുണ്ട്. ഇത് ഞാൻ അരിച്ചെടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇതിൻ്റെ അകത്ത് ഇത്രയും വേസ്റ്റ് ഉണ്ട്. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുന്നു. ഈ അരിച്ചു വെച്ച ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഇടുന്നു. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും ബാക്കിയുള്ള ചേരുവകളും ഇടണം. ഇത് തിളച്ചു. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പിടുന്നു. അതിനുശേഷം 125 ഗ്രാം പഞ്ചസാര ഇടുന്നു. 1 ടീസ്പൂൺ കാശ്മീരി മുളക് ഇടുന്നു.
നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടെ വേവിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ 75 ml വിനീഗർ ഒഴിക്കുന്നു. ഇത് ഇനി നമുക്കൊന്ന് തിക്കായിട്ട് എടുക്കണം. ഇതിനെ ഈ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ടൊമാറ്റോയ്ക്ക് 15 രൂപ, ബാക്കി സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിയാലും ഒരു 10 രൂപയുടെ കാണുമായിരിക്കും. അതായത് 25 രൂപയ്ക്ക് ഒരു ബോട്ടിൽ ടൊമാറ്റോ സോസ് ഞാൻ വീട്ടിലുണ്ടാക്കി. ഇത് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി പ്രൈസാകും. ഇത് കേടാകാതെ കുറേ അധികം നാൾ വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് 1/2 ടീസ്പൂൺ സോഡിയം ബെൻസോയേറ്റും കൂടെ നിങ്ങൾക്കിടാം. സോഡിയം ബെൻസോയേറ്റ് ഇട്ടില്ലെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾക്കിത് 6 മാസം വരെ ഉപയോഗിക്കാം. ആയിട്ടില്ല, ഇനി ഒരു 5 മിനിറ്റ് കൂടിയെങ്കിലും എടുക്കും. നിങ്ങളിത് ഇളക്കുമ്പം ഒരു നീളമുള്ള സ്പൂൺ ഉപയോഗിക്കണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ തടി സ്പൂണ്, അല്ലെങ്കിൽ ഇത് തിളയ്ക്കുമ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ തെറിച്ച് നിങ്ങളുടെ കൈ പൊള്ളും. എനിക്ക് തോന്നുന്നത് നമ്മുടെ സോസ് ആയിട്ടുണ്ടെന്നാണ്. ആയൊന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു സ്പൂൺ സോസ് എടുത്ത് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക, ഒരു പ്ലേറ്റിലേക്ക് ഒഴിക്കുക. അതിങ്ങനെ ഒലിച്ച് താഴോട്ട് പോരുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതായിട്ടില്ലെന്ന്. നമ്മൾ എവിടെ ഒഴിക്കുന്നോ അവിടെ അത് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതായിട്ടുണ്ട്, അതായത് നമ്മുടെ സോസ് ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കാം. 1 വീക്ക് വരെ ഒരു പ്രശ്നമില്ലാതെ സോസ് നിങ്ങൾക്ക് വെളിയിൽ വെക്കാം. 1 വീക്ക് കഴിയുമ്പം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് ഈസ് റെഡി. 1 kg ടൊമാറ്റോയിൽ നിന്ന് ഞാൻ 350 ഗ്രാം ടൊമാറ്റോ സോസ് ഉണ്ടാക്കി. ഇത് 300 ഗ്രാം, ഒരു അനദർ 50 ഗ്രാം ഈ കട്ടോരിയിലും ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ, ബൈ ബൈ.